ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്തു. എൻ്റെ കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നിലവിൽ കാർബേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ശരിക്കും ഒരു ഫംഗസ് പിടിച്ചവണ പോലെയൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ദ്രവിച്ച ഒരവസ്ഥയിലാണ് കേട്ടോ. നിലവിൽ ഇവിടെ നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ അതേപോലെ തന്നെയാണ്. മൊത്തത്തിൽ ഒരു ദ്രവിച്ചേക്കണ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വരുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ്. ഏകദേശം നമുക്ക് 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ അതിനകത്ത് 800 മില്ലിയാണ് പെട്രോൾ, ബാക്കി 200 മില്ലി എത്തനോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത്. ഈ എത്തനോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മൊത്തം ഈ അലുമിനിയം പോലത്തെ ഉള്ള മെറ്റീരിയലൊക്കെ ദ്രവിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്ന പ്രോബ്ലമാണ്. ഇപ്പോൾ നിലവിൽ ഇത് ഇതിൻ്റെ ഫ്ലോട്ട് വാൽവാണ്. അത് ശരിക്കും ആ ഫ്ലോട്ട് വാൽവിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്. ഇത് ശരിക്കും ഫ്ലോട്ട് വാൽവ് തന്നെ ഈ ഭാഗത്ത് സ്റ്റക്കായ ഒരവസ്ഥയിൽ നിൽക്കാറുണ്ട്, ഫുൾ സ്റ്റക്കായിട്ട്. അപ്പോൾ നിലവിൽ നമ്മളത് ഒരുപാട് പ്ലെയറൊക്കെ വെച്ച് വലിച്ചെടുക്കേണ്ട സിറ്റുവേഷനാണ്. സാധാരണ നമുക്ക് ഫ്ലോട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ആവശ്യമായ സമയത്ത് തുറന്ന് പെട്രോൾ ഉള്ളിലേക്ക് വരികയും നിറഞ്ഞു കഴിയുമ്പോൾ പോയി ലോക്ക് ആവുകയും ചെയ്യണം. ഇതതില്ലാതെ കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തുറന്നു വന്നതുകൊണ്ടാണ് പെട്രോൾ ഓവർഫ്ലോ വന്നത്. അപ്പോൾ നിലവിൽ ഫ്ലോട്ട് വാൽവ് നമുക്ക് മാറ്റിയിടാം. പക്ഷേ മാറ്റിയിട്ടാലുള്ള പ്രോബ്ലം ഉണ്ടല്ലോ. മാറ്റിയിട്ടാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ ഇത് തന്നെയാണ്. അപ്പോൾ നാളെ ഒരിക്കൽ കംപ്ലൈൻറ്റ് വന്നുകൂടായിയൊന്നുമില്ല. ഇപ്പോഴത്തെ പ്രോബ്ലം ഒരു പരിധി വരെ സോൾവ് ആയിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് 100% മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും ഈ പ്രോബ്ലം ഉണ്ട്. കാർബേറ്റർ മോഡൽ വണ്ടികൾക്ക്, പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾക്ക് പ്രോബ്ലം ഇല്ല, ഫ്യൂൽ ഇഞ്ചക്ടറാണ്. കാർബേറ്റർ മോഡൽ വണ്ടികൾക്കാണ് ശരിക്കും ഈ പ്രശ്നം വന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു കംപ്ലൈൻറ്റാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.